HMD എന്ന ബ്രാൻഡിൻ്റെ HMD ബോൾട്ട് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMD ബോൾട്ട് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ വരുള്ളൂ, പക്ഷേ ഫോണിൻ്റെ വില 8000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷനെ ഇപ്പോഴത്തതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓക്കെയാണ്. പിന്നെ LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുള്ളൂ, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് പഞ്ചോൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോട്ടോ G05, അതുപോലെ തന്നെ ടെക്നോ പോപ്പ് 9, അതുപോലെ പല ഫോണുകളിലും നമുക്ക് പഞ്ചോൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാം. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാവുന്നതാണ്, അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും ഒരു ബ്രൗൺ കളർ വേരിയൻറ്റും ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T7200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലും ആയിരിക്കും വരിക. അപ്പം ബേസ് വേരിയൻറ്റിൽ തന്നെ 128GB ഇൻറ്റേർണൽ ഇതിൽ ലഭിച്ചേക്കാം. അതുപോലെ തന്നെ 6GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. ഈ ഒരു 256GB ഇൻറ്റേർണൽ വെർഷൻ 10,000 രൂപയ്ക്ക് താഴെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വന്നേക്കാം. ഇപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പൊതുവേ HMDയുടെ ഫോണുകളിൽ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കാറുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. പിന്നെ 0.08 മെഗാ പിക്സലിലെ ഒരു രണ്ടാമത്തെ സെക്കൻഡറി സെൻസറും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ബേസിക് ആയിട്ടുള്ള തിരക്കില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇത്. പിന്നെ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടായിരിക്കും വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ് ഇത്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്ത അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 7,999 രൂപയും, അതുപോലെ തന്നെ 6GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 9,999 രൂപയുമായിരിക്കും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള HMDയുടെ ഒരു ഫോൺ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫോണായിരിക്കും. ഇനി ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും HMDയുടെ ബോൾട്ട് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.